കേരളത്തിൽ പിണറായിസത്തിന്റെ വേരറുക്കാൻ പി.വി. അൻവർ അരയും തലയും മുറുക്കി പടക്കളത്തിലിറങ്ങി. CPM-ലെ തന്നെ ചില നേതാക്കളാണ് തന്നെ പടക്കളത്തിലിറക്കിയത് എന്നും ഒടുക്കം അവർ കാലുമാറുകയാണുണ്ടായത് എന്നും കൂടി അൻവർ തുറന്നടിച്ചിരിക്കുകയാണ്. സ്പീക്കർക്ക് രാജി നൽകിയതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താൻ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നുകൂടി പി.വി. അൻവർ പ്രഖ്യാപിച്ചു. UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകാനാണ് തീരുമാനം. ഈ സർക്കാരിന്റെ അവസാനത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായും മാറുമെന്നും പി.വി. അൻവർ പ്രഖ്യാപിച്ചു. നിലമ്പൂരിൽ മലയോര മേഖലയിൽ നിന്നുള്ള ക്രൈസ്തവരെ മത്സരിപ്പിക്കണമെന്ന് അദ്ദേഹം UDF-നോട് അഭ്യർത്ഥിച്ചു. ഇതിനായി മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയുടെ പേരും പി.വി. അൻവർ നിർദ്ദേശിച്ചു. പിണറായിസത്തിനെതിരെ പിന്തുണ നൽകിയ പൊതുസമൂഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് അൻവർ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ച വോട്ടർമാർക്കും നിയമസഭയിൽ ആദ്യമായി എത്തിച്ചേരാൻ പിന്തുണ നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പ്രവർത്തകർക്കും അൻവർ പ്രത്യേകം നന്ദി പറഞ്ഞു. 11-ന് തന്നെ ഇമെയിൽ വഴി താൻ രാജി സമർപ്പിച്ചിരുന്നു. രാജി ഉദ്ദേശത്തിലല്ല കൊൽക്കത്തയിലേക്ക് പോയത്. കൊൽക്കത്തയിൽ പോവുകയും പാർട്ടി നേതൃത്വവുമായി സംസാരിക്കുകയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസിന്റെ കോർഡിനേറ്ററായി നിൽക്കാം എന്നാണ് കരുതിയത് എന്നും എന്നാൽ MLA സ്ഥാനം രാജിവെക്കാൻ മമത നിർദ്ദേശിക്കുകയായിരുന്നു എന്നും അൻവർ വെളിപ്പെടുത്തി. മലയോര ജനതയ്ക്കു വേണ്ടി MLA സ്ഥാനം സമർപ്പിക്കാനാണ് മമത പറഞ്ഞതെന്നും അൻവർ വ്യക്തമാക്കി. താൻ തുടങ്ങിവെച്ച പോരാട്ടം ഒന്നാം ഘട്ടത്തിൽ ADGP MR അജിത് കുമാർ, മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ്, P ശശി എന്നിവരിൽ ഒതുങ്ങി നിന്നായിരുന്നു എന്ന് അൻവർ പറഞ്ഞു. ആരോപണം ഉന്നയിക്കാനുള്ള കാരണം 2 സാഹചര്യങ്ങളായിരുന്നു. ഏകപക്ഷീയമായ ഒരു സമുദായത്തെ ക്രിമിനലുകളാക്കുന്ന ഒരു നിലപാടാണ് സുജിത് ദാസ് സ്വീകരിച്ചിരുന്നത്. ഇക്കാര്യം ഉത്തരവാദിത്തപ്പെട്ടവരെ നിരവധി തവണ ബോധിപ്പിച്ചിരുന്നു. ഒരു നടപടിയും ഉണ്ടായില്ല. തുടർന്നാണ് CPM-ലെ ചില ഉന്നത നേതാക്കളുടെ തന്നെ നിർദ്ദേശപ്രകാരം പോലീസിനെതിരായ വിമർശനം ഉന്നയിച്ചത്. ശശിയെയും അജിത് കുമാറിനെയും നിർത്തി മുന്നോട്ട് പോയാൽ ഇനി കേരളത്തിൽ പാർട്ടി ഉണ്ടാകില്ല അൻവറെ, ഞങ്ങൾക്കത് നന്നായിട്ടറിയാമെന്ന് ഈ നേതാക്കൾ തന്നോട് പറഞ്ഞു. ഒരു ഘട്ടം വന്നപ്പോൾ ഈ നേതാക്കൾ പോലും പിന്മാറുകയായിരുന്നു. അത് മുഖ്യമന്ത്രിയിലേക്ക് ഞാൻ നീങ്ങിയപ്പോഴാണ് അൻവർ വിശദമാക്കി. മുഖ്യമന്ത്രിയെ ഒരിക്കലും ആദ്യഘട്ടത്തിൽ ഇതിലേക്ക് ചേർത്ത് പറഞ്ഞിരുന്നില്ല എന്ന് അൻവർ പറഞ്ഞു. അദ്ദേഹം തന്നെ തള്ളിപ്പറയുന്നതുവരെ P ശശിയുടെയും അജിത് കുമാറിന്റെയും കോക്കസിനകത്ത് മുഖ്യമന്ത്രി കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹം വിഷയത്തിൽ ഗൗരവമായ ഇടപെടൽ നടത്തുമെന്നാണ് താൻ വിശ്വസിച്ചിരുന്നത് എന്ന് അൻവർ വ്യക്തമാക്കി. പക്ഷേ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഒറ്റയടിക്ക് തന്നെ തള്ളിപ്പറയുകയും താനാണ് ഇതിന്റെയൊക്കെ പിന്നിൽ എന്ന് വരുത്തി തീർക്കും വിധം പ്രസ്താവന നടത്തുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ താൻ നടത്തിയ പരാമർശങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് വരെ പറയുകയും ചെയ്തു എന്ന് അൻവർ പറഞ്ഞു. താൻ വലിയ പാപഭാരങ്ങൾ ചുമക്കുന്നയാളാണെന്ന് കൂടി അൻവർ പറഞ്ഞു. VD സതീശനെതിരായി ആരോപണം ഉന്നയിക്കേണ്ടി വന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു അൻവറിന്റെ ഈ പ്രസ്താവന. P ശശി പറഞ്ഞിട്ടാണ് സതീശനെതിരെ താൻ ആരോപണം ഉന്നയിച്ചത് എന്ന് അൻവർ വെളിപ്പെടുത്തി. എഴുതി ടൈപ്പ് ചെയ്ത് തന്നതാണ് പറഞ്ഞത് എന്നും കൂടി അൻവർ പറഞ്ഞു. സ്പീക്കർക്ക് എഴുതി നൽകിയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ശശിയേട്ടാ, ഇത് ശരിയല്ലേ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് താൻ ഇതൊക്കെ പറഞ്ഞത്. തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്യണമെന്ന് P ശശി അന്നേ കരുതിയിരുന്നു. പ്രതിപക്ഷ നേതാവിനുണ്ടായ മാനഹാനിയിൽ താൻ മാപ്പ് ചോദിക്കുകയാണ്. ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവ് മാപ്പ് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അൻവർ വ്യക്തമാക്കി. അതേസമയം പി.വി. അൻവറിന്റെ രാജി ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അൻവറിന്റേത് അറുപ്പിന്തിരിപ്പൻ നയമാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചു. അൻവർ നേരത്തെ തന്നെ UDF-ന്റെ ഭാഗമാണ് എന്നും ഒടുവിൽ അവിടെ ചെന്നേ ചേരൂ എന്നും MV ഗോവിന്ദൻ വിശദമാക്കുകയുണ്ടായി. ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF ആ സീറ്റ് പിടിച്ചെടുക്കുമെന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ അവകാശപ്പെട്ടു. അൻവറിന്റെ രാജി വളരെ ഗൗരവതരമാണ്. പിണറായി വിജയനെ പിതൃസ്ഥാനീയനായി കണ്ടയാളാണ് രാജിവെച്ചത്. സർക്കാരിന്റെ മോശം പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് ഈ രാജി. മുൻപ് സെൽവരാജ് രാജിവെച്ചതുപോലെയാണിത്. CPM-ന്റെ രാഷ്ട്രീയ ജീർണതയാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. നിലമ്പൂർ വിജയം കൂടി പൂർത്തിയാക്കിയാകും അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞു.